ഹായ് ഓൾ, നമസ്കാരം. AZB അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതൊരു ക്ലാസ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാനിവിടെ നിങ്ങളുമായിട്ട് കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ PSCക്ക് ചോദിച്ച IT ആൻഡ് സൈബർ ലോയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഉള്ളവരൊക്കെ ചിലപ്പോൾ എഴുതിയിട്ടുള്ളവരായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഞാൻ അധികം താമസിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. IT ആൻഡ് സൈബർ ലോയുടെ ക്വസ്റ്റ്യൻസ് ആണ്. അത് കേരള PSCയിൽ നമ്മുടെ LEയിലൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അത് ഡാഷ് ആണ്. ഏതായിരിക്കും ഇവിടെ അത്? A സ്പാം, B ഹാക്കിങ്, C ഫിഷിങ്, D എന്താണ്? വൈറസ് ആണ്. ഏതാണ് സംഭവം? അപ്പോ ഒന്ന് കമന്റ് ചെയ്തേ. സ്പാം, ഹാക്കിംഗ്, ഫിഷിംഗ്, വൈറസ്. അതായത് സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനങ്ങൾ വിശ്വസനീയവും ആകർഷകവുമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ മെയിൽ അയക്കുമ്പോൾ അത് ഡാഷ് ആണ്. സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് സ്പാം എന്ന ആൻസർ ആയിരിക്കും. പക്ഷെ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് അവര് നമുക്ക് ഇങ്ങോട്ടൊരു സാധനം ഇട്ട് തരുമല്ലോ. ഈ മീനൊക്കെ പിടിക്കാൻ വേണ്ടി ചൂണ്ട ഇട്ട് തരുന്ന, നമ്മൾ ചെന്ന് കൊത്താൻ വേണ്ടി ഇടുന്ന പരിപാടി അല്ലയോ. ഈ ഒരു സാധനം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്കിട്ട് അവര് നമുക്ക് അയച്ചു തരിക. നമ്മൾ അറിയാതെ അതിൽ കയറി അങ്ങ് പിടിക്കണം, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പോണം. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഫിഷിംഗ് ആണ്. ഫിഷിംഗ്, അത് PHSHING ആണ് കേട്ടോ. ഫിഷിംഗ് എന്ന് പറയും. ഇപ്പൊ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് പണി വെക്കും. അപ്പൊ അവർ അവിടുന്ന് ഇങ്ങോട്ട് മെയിൽ അയക്കോ, മെയില് SMS മുതലായ ആ സംഭവങ്ങളെയൊക്കെ നമ്മൾ സ്മിഷിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആണെങ്കിൽ ഈ ഫിഷിങ്ങിന്റെ തന്നെ മെസ്സേജസിലൂടെയാണ് അവർ നമ്മളെ അറിയിക്കുന്നത്. എങ്ങനെ ഓരോന്ന് വരുന്നേക്കാൾ സ്മിഷിംഗ് എന്നും, വോയിസിലൂടെ ഫോൺ വിളിച്ച് ടെലിഫോൺ വഴിയാണെങ്കിൽ അതിനെ വിഷിംഗ് ഒക്കെ എന്നും പറയപ്പെടും. ഏതാണ്? വിഷിംഗ് എന്നും അറിയപ്പെടും. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഫിഷിംഗ് നമ്മൾ പ്രോബ്ലി രണ്ടായിട്ട് തിരിക്കാം. സ്മിഷിംഗ് പറയാം. അപ്പോൾ SMS മുതലുള്ള കാര്യങ്ങളാണെങ്കിൽ സ്മിഷിംഗും, വോയിസ് മുഖേനയുള്ള ഫിഷിംഗ് ആണെങ്കിൽ അവിടെ വിഷിംഗ് എന്നും അറിയപ്പെടും. അപ്പൊ ഇത് അവർ ഇങ്ങോട്ട് അയച്ചു തരുന്ന. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ബാങ്ക് ജീവനക്കാരൻ ചെയ്യുന്ന ഒരു സൈബർ ക്രൈം ഉണ്ട്. ബാങ്ക് ജീവനക്കാരൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് 1-2 രൂപ വെച്ച് ഇങ്ങനെ പിടിച്ച് മാറ്റി വെക്കുന്ന പരിപാടി. അങ്ങനെ ഒരു വലിയ തുക, അതായത് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പൊ അതൊരു സൈബർ ക്രൈം ആണ് കേട്ടോ. അതെന്താണ് ഒരു സൈബർ ക്രൈം ആണ്? അത് ഏത് സൈബർ ക്രൈം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ഏതാ? പോരട്ടെ, സലോമി അറ്റാക്ക് അല്ലെങ്കിൽ സലാമി അറ്റാക്ക്. ഓക്കെ, ബാങ്ക് ജീവനക്കാരൻ ചെയ്യുന്ന സൈബർ ക്രൈം ആരെയാ? കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് ഓരോ രൂപ വെച്ച് എടുക്കുന്ന പരിപാടി. അത് നമുക്ക് ഏതെന്ന് പറയാം? സലാമി അറ്റാക്ക് എന്ന് പറയാം കേട്ടോ. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഫിഷിംഗ് ആണ്. ഓക്കെ, ഇവിടെ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ അനുവാദം കൂടാതെ മറ്റൊരാളുടെ സൈബർ ഇടത്തിൽ കയറി ഡേറ്റകൾ മോഷ്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് സൈബർ അറ്റാക്ക്. പിന്നെ വൈറസ്, വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീച്ച്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീച്ച് ആണ് ഏതെന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. ഓർക്കണം കേട്ടോ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറസ് ഈസ് എ സോഫ്റ്റ്വെയർ ആണ്. വൈറസ് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾ തെറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ദോഷം വരുത്തുന്ന രീതിയിൽ മറ്റാരെങ്കിലും അയക്കുക ഒരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്? വൈറസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ദെൻ അതേപോലെ തന്നെ അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂസർ എന്തായാലും യൂസർ അല്ല. ഓക്കെ ആണല്ലോ. പിന്നെ ഏതാണ് ആൻസർ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഏതാണ്? ആപ്ലിക്കേഷൻ. നമുക്കറിയാം നമ്മുടെ സോഫ്റ്റ്വെയർസിനെ തന്നെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിനെ ഏത് രീതിയിൽ എങ്ങനെ എപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന
കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, കോഡുകളാണ്, നിർദ്ദേശങ്ങളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർസ്. ആ സോഫ്റ്റ്വെയർസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് മെയിൻലി തിരിക്കും. അതിനകത്ത് ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും പിന്നൊന്ന് ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ചിലതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നും തിരിക്കും. അതിനകത്ത് ഹാർഡ്വെയറിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയറിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും ഏതാണ് നമ്മളുടെ സിസ്റ്റം സോഫ്റ്റ്വെയറും നിശ്ചിത ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. അപ്പൊ ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെ രണ്ട് രീതിയിലുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഇതിന്റെ ആൻസർ ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ നമ്മൾ കമ്പ്യൂട്ടർ പല കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴൊക്കെയും യൂസറിന്റെ ആവശ്യപ്രകാരം കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം ബെറ്റർ ആക്കാൻ വേണ്ടിയൊക്കെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കും. സപ്പോർട്ടായിട്ട് വെച്ചാൽ നമ്മളെ വൈറസിൽ നിന്നൊക്കെ നമ്മളെ ഒരുമാതിരിയൊക്കെ നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമുക്കൊരു ഷെൽട്ടറായിട്ട് നിൽക്കുന്ന ഫയർവാൾ, അപ്പോൾ അതേപോലുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതാണ് ആര്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയും. ആരാണ്? യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, അത് മറക്കരുത്. അപ്പം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ ആൻസർ. അടുത്തത് ഡാം എന്ന് പറയുന്നത് എന്താണ്? ഡാം, DAAM, ഡാം എന്താണ്? ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയ ആണോ, മാൽവെയർ ആണോ, സൂപ്പർ കമ്പ്യൂട്ടർ ആണോ, ക്രിപ്റ്റോ കറൻസി ആണോ? യെസ്, ഡാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാൽവെയർ ആണ്, അല്ലെങ്കിൽ ഇതൊരു വൈറസ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലേ, ആൻഡ്രോയിഡ് ഒക്കെ ഇല്ലേ, മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഇതിനകത്തൊക്കെ കയറുന്ന അല്ലെങ്കിൽ ഈ മൊബൈലിലെ ഈ ആൻഡ്രോയിഡിനകത്തൊക്കെ കയറി പറ്റുന്ന ഒരു തരം വൈറസ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഡാം വൈറസ് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കട്ടെ. ഇതൊരു മാൽവെയർ ആണ്. നമ്മുടെ മൊബൈലിലൊക്കെ കൂടുതൽ സ്മാർട്ട് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോണിലൊക്കെ കയറുന്ന ഒരു ടൈപ്പ് വൈറസ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഇനി യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. യഥാർത്ഥ ലോകത്തെ വിർച്വൽ ഒബ്ജക്റ്റുകൾക്ക് ഓവർലൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര്. ഓവർലൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഏതാ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് റീസെൻ്റായിട്ട് നമ്മുടെ നാടുകളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ ന്യൂസ് ചാനലുകളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ വിഷ്വൽ റിയാലിറ്റി, ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയും, വളരെ വിഷമം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസിഡൻറ്റുകൾ ഉണ്ടായപ്പോൾ അതിനെ അവർ വിഷ്വലായിട്ട് നമ്മൾക്ക് കാണിച്ചു തന്നു. ഒരു വിർച്വൽ റിയാലിറ്റി പോലെ കാണിച്ചു. അവിടെ ഒരു ഹെലികോപ്റ്റർ പറന്നു വന്ന് താഴുക, കുറച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവുക, ഒരു ട്രെയിൻ വന്നിരിക്കുമ്പോൾ അറിയുക എന്നുള്ളത്, അതൊക്കെ നമ്മുടെ ആ ഒരു സ്ക്രീനിൽ തന്നെ അവരത് കാണിക്കുകയുണ്ടായി. അതിന് ആ ഒരു രീതിയാണ് ഇവിടെ. അതൊരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ അതിനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവിടെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ആണ്. അതെന്താണ്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓൾറെഡി സംഭവം ഒന്നും അവിടെ ഇല്ല, പക്ഷേ അവിടെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നു, അവിടെ അത് ഹെലികോപ്റ്റർ വരുന്നു, ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു വന്ന് ക്രാഷ് ആകുന്നു, അല്ലെങ്കിൽ കുറേ ആളുകൾ വന്ന് ഇതൊക്കെ എന്താണ്? അവിടെ ഒരു സംഭവം ഇല്ലാതെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്? ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. അപ്പോഴേ നിങ്ങൾ ഇപ്പൊ നമുക്ക് പലരുടെ മനസ്സിലുണ്ടാവും നമ്മളിപ്പോ PSC ഇനി ഏതാ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇനി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇനി ഉടനെ എല്ലാവരുടെയും മനസ്സിലുള്ള കേസ് ഇനി അടുത്ത ഏതായിരിക്കും? LD എന്ന് പറയുന്ന കേസായിരിക്കും. പക്ഷേ അതിന് 2027 അതിനു മുമ്പ് വരാനുള്ള സാധ്യതയുള്ള ഒരു എക്സാമിനേഷൻ ആണ് ഏത്? VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ അതിനിപ്പോഴേ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് പതുക്കെ അത് ചെയ്താൽ നമുക്ക് കുറേ സമയം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ AIZB അക്കാഡമി നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു കോഴ്സാണ് ഏത്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് അറിയണം. നിങ്ങളത് വെറുതെ നിങ്ങൾ നോക്കണം, ജസ്റ്റ് അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് ജോയിൻ ചെയ്യുന്നതിനെ കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ. വേറെ ഒന്നും അല്ലേ, ശ്രദ്ധിച്ച് അവിടെ ഡെയിലി എന്തുണ്ടാവും? സ്റ്റഡി പ്ലാൻ ഉണ്ട് കേട്ടോ. ഡെയിലി സ്റ്റഡി പ്ലാൻ കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സുകളുണ്ട്. കൂടാതെ തന്നെ അതിൻ്റെ ഏതും ഉണ്ടാവും, അതായത്
ലൈവ് പോയതിന്റെ റെക്കോർഡർ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെയുള്ള റെക്കോർഡർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ്. പിന്നെ ആഴ്ചതോറും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എത്തി, നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയുള്ള വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ടെക്സ്റ്റുകൾ, അതിന്റെ പ്രാക്ടീസുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷൻ, അത് സ്പെഷ്യൽ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നല്ലേ, നമ്മൾ 1-to-1 മെന്റർഷിപ്പോടുകൂടി തന്നെയാണ് കേട്ടോ. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എന്തുണ്ടാവും, മെന്റർ സപ്പോർട്ടുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ചെറിയ ഡൗട്ടോ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളത് കാര്യം പൂർണ്ണമായിട്ട് നോക്കിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താണോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞത് അനുസരിച്ചിട്ട് അതിനെ മനസ്സിലാക്കി തരാനുള്ള കാര്യങ്ങളും ഇവിടെ നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വരും. അങ്ങനെയുള്ള മെന്റർ സപ്പോർട്ടുകളാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ റിവിഷൻ സെക്ഷൻ ഉണ്ട്. പിന്നെ മോട്ടിവേഷൻ ആവശ്യമുള്ളവർക്കൊക്കെ മോട്ടിവേഷൻ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം, അപ്പോൾ ഇത്രയും ഫെസിലിറ്റികൾ വരുമ്പോൾ നിങ്ങൾ അതിന്റെ ഫീസ് കാര്യങ്ങൾ ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട കേട്ടോ. അത് വളരെ ചെറിയ ഫീസേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇനി അന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങണം എന്നല്ല പറഞ്ഞു. ഇപ്പോഴേ കുറച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫുൾ സപ്പോർട്ട് അന്നത്തേക്കാകുമ്പോൾ ഒരു ഫുൾ പാക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ട് വേണ്ടുന്ന പോലെ ചെയ്യാട്ടോ. നമ്മൾ എപ്പോഴും AZB അക്കാഡമി എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് തുടരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ശ്രദ്ധിച്ച്, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഗ്നിയാണോ, മായയാണോ, സീഡാക്കിന്റെ OS ആണോ, ഡിഫൻഡ് ആണോ? ഏതാണ്? യെസ്, മായയാണ് അല്ലേ. ഏതാണ്? മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം നോക്കിയേ. ബ്ലൂറേ ഡിസ്ക്, പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, മെമ്മറി കാർഡ്. ഏതാണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഏതാണ്? CD വരുന്നുണ്ട്, കോമ്പാക്ട് ഡിസ്ക് വരുന്നുണ്ട്, DVD വരുന്നുണ്ട്, ഡിജിറ്റൽ വേർസറ്റൈൽ ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഏതാണ്? ബ്ലൂറേ ഡിസ്ക് ആണല്ലേ. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ബ്ലൂറേ ഡിസ്ക് ആണ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ് ബ്ലൂറേ ഡിസ്ക്. ഇനി അതേപോലെ തന്നെ പെൻഡ്രൈവ് എന്താണ്? ഫ്ലാഷ് മെമ്മറി ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പെൻഡ്രൈവ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹാർഡ് ഡിസ്ക് എന്തിനാണ് നമ്മൾ? ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ആണ്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഇലക്ട്രോ മെക്കാനിക്കൽ മാഗ്നറ്റിക് സ്റ്റോറേജ് എന്നും നമ്മൾ ഏതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്? ഹാർഡ് ഡിസ്ക് കാര്യങ്ങളെ വിശേഷിപ്പിക്കാവുന്ന. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഓരോ കോഴ്സിലൂടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മെമ്മറി കാർഡ് ഏതാണ്? ഫ്ലാഷ് മെമ്മറി ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്നുകൊണ്ട് നിങ്ങൾ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് ടെൻഷൻ ആവുകയോ കാര്യങ്ങൾ വേണ്ട. നിങ്ങൾ ഏത് പഠിക്കണം എന്നും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യം എന്നുള്ളതും എല്ലാം തന്നെ നമ്മുടെ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്കത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ, ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഇമെയിലിന്റെ കാര്യത്തിൽ, ഇമെയിൽ നമുക്കറിയാം ഇലക്ട്രോണിക് മെയിലാണ് അല്ലേ. നമുക്ക് ഇലക്ട്രോണിക് മെയിലാണ്. അതിന്റെ ശരിയല്ലാത്ത പ്രസ്താവന: ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്ന. ശരിയാണല്ലോ. ചിത്രങ്ങൾ, അതായത് ഫോട്ടോസ് അയക്കാം, നമ്മുടെ ബയോഡേറ്റയൊക്കെ കാര്യങ്ങൾ അയക്കാം, വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിലൂടെ അയക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോർമലി നോക്കുമ്പോൾ ഒരു 15 GB വരെ നമുക്ക് മെയിലിനകത്തൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 15 GB വരെ മെയിലിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സോറി, 15 GB അല്ലല്ലോ, 15 MB വരെ നമുക്ക് അറ്റ് എ ടൈം സെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. സോറി, GB അല്ല, MB ആണ് കേട്ടോ. സോറി, ഞാൻ പറഞ്ഞതിനകത്തൊരു കറക്ഷൻ. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത എന്താണ്? പേപ്പർ ഉപയോഗിക്കാത്ത കാരണം ഇമെയിലിന് പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ഓക്കെ, അത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പേപ്പറൊന്നുമില്ല, അതിനകത്ത് വേസ്റ്റുകളൊന്നും വരുന്നില്ല എന്നുള്ള കേസ്. ഇനി ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. ആര് പറഞ്ഞു? ഇമെയിൽ വഴിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വൈറസ് ഒക്കെ വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? 3, ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. പിന്നെ ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇമെയിലാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കില്ല, ഒരിക്കലും അല്ല. വൈറസ് വ്യാപനമൊക്കെ നടക്കും അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഇന്നത്തെ ക്ലാസ് മുഖേനയുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ VFA എന്ന് പറഞ്ഞ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ താഴെ പിൻ ചെയ്തിടാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. അപ്പം എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ സൈനിങ് ഓഫ്. ഓക്കെ.